നിങ്ങളൊരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. നിങ്ങളുടെ മണിക്കൂറുകൾ ഈ വീഡിയോയിൽ പറയുന്ന ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇൻഫോഗ്രാഫിക്സുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ലളിതമായിട്ടൊന്ന് വിശദീകരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഒരു പത്ര റിപ്പോർട്ട് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നിങ്ങൾ ഒരു വലിയ ആശയത്തിൻ്റെ ഒരു ചുരുക്കം ഒരു ചിത്രമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് ചിലപ്പോൾ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിലൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഗ്രാഫിക്സുകളെയാണ് നമ്മൾ ഇൻഫോഗ്രാഫിക്സുകൾ എന്ന് പറയുന്നത്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത് കേവലം ചിത്രങ്ങൾ മാത്രമല്ല, അത് നോക്കിക്കഴിയുമ്പോഴേക്കും വലിയൊരു ആശയം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇൻഫോഗ്രാഫിക്സുകളുടെ ഉദാഹരണങ്ങളാണ്. ഇത് കാര്യം കാണാൻ രസമാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പണിപ്പെട്ടൊരു പണിയാണ്. സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള ഗ്രാഫിക്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒന്നെങ്കിൽ ഫോട്ടോഷോപ്പോ ഇല്ലസ്ട്രേറ്ററോ പോലുള്ള ഏതെങ്കിലും ഡിസൈൻ ടൂൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആരുടെയെങ്കിലും സഹായം നമുക്ക് ലഭിക്കണം. ക്യാൻവ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചില പണികളൊക്കെ നമുക്ക് ഒപ്പിക്കാൻ സാധിക്കും. പക്ഷേ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും ഇച്ചിരി പണിയാണ്. പ്രത്യേകിച്ച് ക്യാൻവ പോലുള്ള ടൂളുകളിൽ നമുക്ക് ആരോസ് വെക്കുക, ഷേപ്പുകൾ കൊണ്ടുവെക്കുക ഒക്കെ സമയം പിടിക്കുന്ന പണിയാണ്. എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ, അതായത് വളരെ എളുപ്പത്തിൽ 1 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതും AI ഉപയോഗിച്ചുകൊണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പഠിച്ചാലോ? വാക്കുകൾ ചിത്രങ്ങളാക്കാൻ നമ്മളെ സഹായിക്കുന്ന വെബ്സൈറ്റാണ് napkin.ai. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് വാക്കുകൾ ഇൻഫോഗ്രാഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ AI ടൂള് ഇപ്പോഴും ബേറ്റ ടെസ്റ്റിങ്ങിലുള്ളതാണ്. അതിനൊരു വലിയ പ്രയോജനമുണ്ട്. ക്യാൻവയ്ക്കുള്ള പോലെ ഇതിനൊരു ഫ്രീ പ്ലാനും ഒരു പ്രോ പ്ലാനും ഉണ്ട്. പ്രോ പ്ലാനിന് പൊതുവേ പൈസ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇത് ബേറ്റ ടെസ്റ്റിങ്ങിലായതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രോ പ്ലാനും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് എത്ര വേണമെങ്കിലും ഇൻഫോഗ്രാഫിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ കാണുന്നത്, അന്നേരം ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറയരുത്. ഈ ഫീച്ചർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഫ്രീ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇതിലോട്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഞാൻ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൈനപ്പ് ചെയ്തത്. കുറച്ച് ചോദ്യങ്ങളൊക്കെ അവർ അകത്തോട്ട് കയറുമ്പോഴേക്കും ചോദിക്കും. അതൊക്കെ കൊടുത്ത് നമ്മളൊന്ന് സൈനപ്പ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എത്തുന്ന വെൽക്കം സ്ക്രീനിൽ ക്രിയേറ്റ് മൈ ഫസ്റ്റ് നാപ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇൻഫോഗ്രാഫിക്സിനെ നാപ്കിൻസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫുൾ സ്ക്രീനിനെ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് 5 യൂസേഴ്സ് ഓഫ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ChatGPTയിൽ അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇവരുടെ തന്നെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് വരേണ്ടതെന്ന് അറിയില്ല, ജസ്റ്റ് ഐഡിയ ഈ AIക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതൊരു കസ്റ്റം ബിൽഡ് ഇൻഫോഗ്രാഫിക്സ് തരും. എന്തായാലും നമുക്ക് ഉപയോഗിക്കേണ്ട ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്തു. ഇതൊരു നാപ്കിൻ എന്നാണ് അവർ വിളിക്കുന്നത് ഈ ഒരു ഇൻ്റർഫേസിനെ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ സർവീസ് പ്രോപ്പറായിട്ട് തന്നെ ഹെഡിങ് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഹെഡിങ് അതിന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നിങ്ങളവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ബട്ടൺ വന്നതുകൊണ്ട്, ഒരു എനർജി ബട്ടൺ പോലെ, അതാണ് ഇതിൻ്റെ വിഷ്വൽ ജനറേറ്റർ ബട്ടൺ. അപ്പോൾ നിങ്ങൾ അതിൽ പയ്യൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. AI ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് സ്കാൻ ചെയ്യും. കുറച്ച് നേരങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫോഗ്രാഫിക്സ് ലഭിക്കും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇതിനകത്തോട്ട് കണ്ടൻറ്റ് ഫീഡ് ചെയ്തുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഞാൻ പലതവണ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വളരെ പെട്ടെന്ന്, ഓൾറെഡി ഒരു നാപ്കിനിൽ കുറച്ച് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ വളരെ സ്പീഡി ആയിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം തന്നെ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഇൻഫോഗ്രാഫിക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഇതായിരുന്നു കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് വേരിയൻറ്റുകൾ ഞാനിവിടെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഇഷ്ടം പോലെ വേരിയൻസ് ഓഫ് ഇൻഫോഗ്രാഫിക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ടൈപ്പിലുള്ള ഇൻഫോഗ്രാഫിക്സ് മാത്രം എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു AI ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസൾട്ട് തന്നു കഴിഞ്ഞാൽ അതേപടി കോപ്പി ചെയ്യരുത്. അതിനകത്ത് ചില മാറ്റങ്ങൾ, നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക. അതൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ടൈറ്റിൽ അല്ലായിരുന്നു ഇതിന് വന്നത്. അപ്പോൾ ടൈറ്റിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് വരുന്ന വാക്കുകളൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണോ അതിൽ വന്നിരിക്കുന്ന ഔട്ട്പുട്ടിൽ ഉള്ളതെന്ന് നോക്കുക. അതെല്ലാം നോക്കി നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആ ചെറിയ ഡൗൺലോഡ് ബട്ടൺ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. കളർ മോഡോ ഡാർക്ക് മോഡോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് വിത്ത് ഓർ വിത്തൗട്ട് എടുക്കാൻ പറ്റും. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വേറെ ഒന്നും കാണില്ല, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, PNG ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കും. ഇനി SVGയിലും PDF-ലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പല റെസൊല്യൂഷനിലും ഇത് അവൈലബിൾ ആണ്. 3x റെസൊല്യൂഷൻ്റെ ഒന്നും ആവശ്യം പൊതുവേ ഉള്ള യൂസേഴ്സിനൊന്നുമില്ല. ഞാനത് 1xൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറൊക്കെയാണ്, ഭയങ്കര ക്വാളിറ്റിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ 3x ക്വാളിറ്റിയിലൊക്കെ HD+ അല്ലെങ്കിൽ നമ്മൾ 2K റെസൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, ആ റെസൊല്യൂഷനിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു നല്ല സംഗതി എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് മാത്രമല്ല, നമുക്ക് കോപ്പി ടു ക്ലിപ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഡൗൺലോഡായി, കാര്യം അത്രേ ഉള്ളൂ. എൻ്റെ പരിപാടി തീർന്നു. ഇതുപോലൊരു സംഭവം നമ്മൾ ക്യാൻവയിൽ ചെയ്തെടുക്കണമെങ്കിൽ എത്ര ടൈം എടുക്കുമായിരുന്നു. ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് കോപ്പി ടു ക്ലിപ്ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫുൾ സെറ്റിനെ സെലക്ട് ചെയ്ത് അത് ക്ലിപ്ബോർഡിലോട്ട് കോപ്പി ചെയ്തിട്ട് ഏത് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാം, പ്രസൻറ്റേഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത ആ ഗൂഗിൾ ഡോക്യുമെൻറ്റിലോട്ട് കൊണ്ട് അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഗൂഗിൾ ഡോക്യുമെൻറ്റ് ഈ എൻ്റെ സംഭവത്തെ ഒറ്റ ഇമേജ് ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയേ, വെറുതെ കുറച്ച് ടെക്സ്റ്റ് മാത്രമായി കിടന്ന ആ ഒരു റിപ്പോർട്ടാണെന്ന് വിചാരിക്കുക. അതിലോട്ട് ഒരു ഇമേജും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കളറങ്ങ് മാറിയില്ലേ, മൊത്തത്തിലൊരു അടിപൊളി ലുക്കില്ലേ. ഇത് നിങ്ങളൊരു 10-20 പേജുള്ള ഒരു റിപ്പോർട്ടിലേക്കൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് ഓർത്ത് നോക്കിയേ. അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലത്തെ ഇൻഫോഗ്രാഫിക്സുകളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ തന്നെ എന്തൊരു ചേലായിരിക്കും. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് കസ്റ്റമൈസേഷൻ ഓപ്ഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷ്വൽ ജനറേറ്റ് ചെയ്തു, ഇതിനകത്ത് മറ്റ് പല സ്റ്റൈലുകളും ഉണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റൈലിൽ തന്നെ സബ് സ്റ്റൈലുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ നേരത്തെ കൊണ്ടുവന്ന സ്റ്റൈലിൻ്റെ മറ്റൊരു സബ് സ്റ്റൈലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതിൽ നോക്കുവാണെങ്കിൽ ഉള്ളിലുള്ള ഐക്കൺസിന് പല വെറൈറ്റീസ് ഓഫ് കളർ കോഡുകൾ വരുന്ന കാണാം. ചിലത് ഇച്ചിരൂടെ ഡാർക്കാണ്, ചിലത് ഇച്ചിരൂടെ ബ്രൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, ചിലതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ഷാഡോയിങ് എഫക്റ്റ് വരുന്നുണ്ട്. ഇനി പല വേരിയൻസ് ഓഫ് ടെംപ്ലേറ്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പല കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് കസ്റ്റമൈസ് ചെയ്യാം. ഇനി അതിൽ വരുന്ന ഐക്കൺസ് നിങ്ങൾ കണ്ടോ, ആ ഐക്കൺ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ആ ജനറേറ്റ് ബട്ടണിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഐക്കൺസ് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഐക്കൺസ് നമുക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് പല രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. മൊത്തത്തിലുള്ള ടെംപ്ലേറ്റ് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഐക്കണുകൾ നിങ്ങൾക്ക് മാറ്റാം, അതിൽ വരുന്ന ടെക്സ്റ്റ് മാറ്റാം, ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, പ്രസൻറ്റേഷൻ, അതിൻ്റെ സൈസ്, ഫോർമാറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫോഗ്രാഫിക്സിൻ്റെ എല്ലാ മേഖലകളും നിങ്ങൾക്ക് മാറ്റാം. ഇനി ടെക്സ്റ്റിന് എന്തെങ്കിലും വേറെ വിഷ്വൽ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് എന്തെങ്കിലും ഷേപ്പുകളൊക്കെ അതിൻ്റെ പിന്നിൽ കൊടുക്കണോ, അതൊക്കെ സാധിക്കും. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ സ്കെച്ച് ഫീച്ചർ. ആ താഴത്തെ ആ പെൻ ഐക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലില്ലാത്ത ഒരു കസ്റ്റം ഒരു എലമെൻറ്റ്, ഒരു ലൈനോ ഒരു കർവോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെ ഓപ്ഷനുകൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ആൾക്ക് ഇനഫ് ആൻഡ് മോറാണ്. ഇനി ഇതിൻ്റെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് വേണമെന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു കസ്റ്റം ഡിസൈൻ തന്നെ ആവശ്യമാണ്. അവിടെ നിങ്ങളൊരു എക്സ്പേർട്ട് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ പല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പേര് മറക്കണ്ട, napkin.ai. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇതിവർ പൈസ ഒന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതേതാ ടീമെന്ന് പോലും എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട്ട് എത്തുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.